അപ്പോൾ രാഹുൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന SFI ആരോപണവും വ്യാജം. പോലീസ് ഇതുവരെ കാണാത്ത വിധമുള്ള മൃഗീയമായ വേട്ട വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുകയാണ്, യുവജനങ്ങൾക്കെതിരെ നടത്തുകയാണ്. ഞാൻ വഴങ്ങ അങ്ങ് ശുദ്ധനാവല്ലേ, ശോഭിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. ഐ ആം ഓൺ മൈ ലെഗ്സ്, യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്. പോലീസുകാരെ ബ്ലേഡ് കൊണ്ട് വരയ്ക്കുക, അവർ മനുഷ്യരല്ലേ, ആ പണി നടക്കില്ല കേട്ടോ. പ്രതിപക്ഷത്തിനെ വിറപ്പിച്ച് രാഹുൽ മാങ്കൂട്ടവും VD സതീശനും. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഏകദേശം ഉണ്ടാവുമെന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉടനെ തന്നെ രാഹുൽ തിരിച്ചു വരുമെന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മറുനാടനിലൂടെ ഒരു വാർത്ത കണ്ടതാണ്. വേറെ ഒന്നുമല്ല, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട 3 കേസിലെയും കുറ്റപത്രം തിരിച്ചയച്ചു വിട്ടിട്ടുണ്ട് പോലീസിനോട്. ഒന്നും കൂടെ അത് വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പോലീസ് എഴുതി വെച്ചേക്കുന്ന കുറ്റപത്രങ്ങളൊക്കെ അത് ഇനി വില പോവില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എന്നാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഞെട്ടിക്കുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. 1 മണിക്കൂർ VD സതീശൻ പിണറായി വിജയനെയും പ്രതിപക്ഷത്തിനെയും പൊരിക്കുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാനിവിടെ വയ്ക്കാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടം പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് SFIയുടെ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലേഡും കൊണ്ട് അവിടെ ചെന്നിട്ട് അത് പോലീസിൻ്റെ തലയിൽ എടുത്തിട്ടിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. പോലീസന്മാർക്ക് ഈ ബ്ലേഡ് കൊണ്ട് വരേണ്ട കാര്യം എന്താണ്? അവരിൽ നല്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പം SFIക്കാരും അതുപോലെ നമുക്കറിയാം റഹീം, ലുട്ടാപ്പി റഹീം. അപ്പം റഹീം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഹീമൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ഞങ്ങളുടെ പിള്ളേരെ വരയാനെ കൊണ്ട് വന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പോലീസന്മാർക്ക് ബ്ലേഡിൻ്റെ ആവശ്യമില്ല, നല്ല ഒന്നാന്തരം ലാത്തിയിരിക്കും. അത് വെച്ച് നല്ലൊരു കീറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ, 10 കൊല്ലം പിണറായി വിജയൻ സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഗൺമാൻ ഒരു നേതാവിൻ്റെ തലയടിച്ച് പൊട്ടിച്ച്, കോൺഗ്രസ്സുകാരൻ്റെ തലയടിച്ച് പൊട്ടിച്ച് നമ്മൾ കണ്ടതാണല്ലോ. അയാൾ ഇന്നിപ്പം MLA ആയിട്ടിരിക്കുകയാണ്. അപ്പം പോലീസിന് ബ്ലേഡിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ലാത്തി ഇരിക്കുകയാണ്. ലാത്തി വെച്ചടിച്ച് നല്ല കീറി കഴിഞ്ഞാൽ, നല്ല ലാത്തി വെച്ചടിച്ചാൽ മതി, കൈയും കാലൊക്കെ നല്ല കീറി കഴിഞ്ഞാൽ ബ്ലേഡിനെക്കാളും നല്ല രീതിയിൽ പൊട്ടിക്കോളും. അപ്പം ഇവിടെ പോലീസിൻ്റെ തലയിലോട്ട് എടുത്തങ്ങിടുവാണ്. ബ്ലേഡ് കൊണ്ടുവന്ന് മറ്റേ ബാരിക്കേഡിലെ വള്ളിയൊക്കെ കണ്ടിച്ച് അറുത്ത് മാറ്റി വിടാനുള്ള പരിപാടിയിലും, അതിൻ്റെ ഇടയ്ക്ക് 1-2 കീറി വിടാനുള്ള പോലീസന്മാരെ കീറി വിടാനുള്ള പരിപാടിയിലേക്ക് ആയിരിക്കാം ബ്ലേഡ് കൊണ്ട് വന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് റഹീം വന്നിരിക്കുന്നത്. എനിക്ക് പുള്ളിയുടെ ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, പുള്ളിയാണ് ഈ SFI പിള്ളേരെ ഇല്ല മോട്ടിവേഷൻ കൊടുത്ത്, നമ്മൾ കണ്ടാണല്ലോ ഇതിനൊപ്പം ഒരു മോട്ടിവേഷൻ എരിയും പുള്ളിയൊക്കെ കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇയാൾ ഈ എട്ടും പൊട്ടും തിരിയാത്ത ഈ ഒന്നും അറിയാത്ത പിള്ളേരെ ഇയാളങ്ങ് ഇറക്കിയങ്ങ് വിടുവാണ്. അവരുടെ ഭാവി നശിപ്പിച്ച് നാറായക്കല്ല് ആക്കുന്നത് ഇയാൾ കണ്ട് ചിരിച്ച് ആസ്വദിച്ചങ്ങ് പോവാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വിവരമുള്ള പിള്ളേരാണ് ഇയാളുടെ വാക്ക് കേട്ടുകൊണ്ട് ഈ പൊട്ടത്തരത്തിനൊക്കെ കൂട്ടുനിൽക്കുന്നത് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് SFI മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട്, ബ്ലേഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. അതിനുശേഷം നമ്മുടെ റഹീം, ലുട്ടാപ്പി റഹീമിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, അതിനെ ന്യായീകരിച്ചുകൊണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയുടെ 1 മണിക്കൂർ നിർത്തിപ്പൊരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം, അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ രാഹുൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാർ ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന SFI ആരോപണവും വ്യാജം. അത് അരിയാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. പോലീസന്മാർക്ക് ബ്ലേഡിൻ്റെ ആവശ്യമില്ല, നല്ല ലാത്തിയിരിക്കുകയാണ്. അത് വെച്ച് നല്ല പറഞ്ഞ് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ബ്ലേഡിൻ്റെ ഒന്നും ഒരു ആവശ്യം വരത്തില്ല അവിടെ. ഷർട്ട് കീറാതെ ഷർട്ടിനുള്ളിലെ ശരീരത്തിൽ മാത്രം മുറിവുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ബ്ലേഡിനെ പറ്റി പോലീസ് അന്വേഷിച്ചു. ബ്ലേഡ് കൊണ്ടുവന്നത് SFI നേതാവ് എന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെ അതും ഗുദാഹവ, ബ്ലേഡ് സലാം എന്നാണ് രാഹുൽ ഇവിടെ പറയുന്നത്. ട്രോളിയാണ് രാഹുൽ വിട്ടേക്കുന്നത്. ഇതാണ്, എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെ ശക്തമായിട്ട് നേരിടാൻ രാഹുലിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട്
ഈ ഒരു കോൺഗ്രസ് പാർട്ടിയിലേക്ക് രാഹുലിനെ തിരിച്ചെടുക്കണം കേട്ടോ. കാരണം രാഹുലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ മറുപടി പറയാൻ, ഇനി പുള്ളി പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി പുള്ളി മറുപടി പറഞ്ഞിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ രാഹുലിനെ പോലെ ഇതുപോലെ നട്ടലിന് നിവർത്തി മറുപടി പറയാൻ വേറെ ആരുണ്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്ത്? അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ രാഹുലിൻ്റെ തിരിച്ചുവരവ് കാണുമെന്നാണ് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വിശ്വസിക്കുന്നത്. ഇനി ഞാനിവിടെ ഇതിനെ ന്യായീകരിച്ച് ലുട്ടാപ്പി റഹീമിൻ്റെ മറുപടി നിങ്ങളൊന്ന് കണ്ടു നോക്കിയ പിള്ളേരെ എല്ലാം മോട്ടിവേഷൻ കൊടുത്ത് നശിപ്പിച്ച് നാരായണക്കല്ലാക്കുവാണ്. എന്നാൽ സ്വന്തം വീട്ടിലെ പിള്ളേരെ ഒരു കൊടി പിടിക്കാൻ ഇറക്കൂ? ഇല്ല, അതില്ല. മറ്റുള്ളവൻ്റെ വീട്ടിലെ മക്കളൊക്കെ എങ്ങനെ വേണമെങ്കിലും പോട്ടെ, അവനൊക്കെ എങ്ങനെയാണെങ്കിലും അടി കൊണ്ട് നരകിച്ചാണെങ്കിലും അവൻ്റെയൊക്കെ വിദ്യാഭ്യാസവും ജോലിയും പോയിട്ടാണെങ്കിലും ജയിലിൽ പോയി കടന്നാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് ഈ റഹീം പിള്ളേരെ മോട്ടിവേഷൻ കൊടുത്ത് ഇറക്കി വിടുന്നത്. എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. കാണുന്നത് പോലീസ് ഇതുവരെ കാണാത്ത വിധമുള്ള ഈ കേരളത്തിൽ കാണുന്നത് പോലീസ് ഇതുവരെ കാണാത്ത വിധമുള്ള മൃഗീയമായ വേട്ട വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുകയാണ്, യുവജനങ്ങൾക്കെതിരെ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം കെ രാജനും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കിയതാണ്. വലിയ പകർച്ചവ്യാധികൾക്ക് പോലും കാരണമായേക്കാവുന്ന ചെളിവെള്ളം കൊണ്ടാണ് കുട്ടികൾ അഭിഷേകം ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇന്നലെ SFI വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയത് നരനായാട്ടാണ്. അപ്പോൾ അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പീഡനങ്ങളുടെ മുമ്പിലും ഒരു അക്രമത്തിൻ്റെ മുമ്പിലും സർക്കാരിനെതിരായ സമരങ്ങൾ പിന്നോട്ട് പോവില്ല. അക്രമ സമരത്തിന് SFI DYFI തയ്യാറല്ല. ഇപ്പൊ ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോലീസ് പറയുന്നത്. അല്ല, ഇതിനകത്ത് കാണേണ്ടത് ബ്ലേഡ്. പണ്ട് നിങ്ങൾക്കറിയണം, ഈ കേരളത്തിൽ എല്ലാ കാലവും UDF അധികാരത്തിലിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരപീഡനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും പറഞ്ഞ് പിള്ളേരെ ഇളക്കി വിടാനുള്ള പരിപാടിയാണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ ചെളിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 10 വർഷം ഈ ചെളിവെള്ളം തന്നെയല്ലേ ഈ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്ന സർക്കാർ ഉപയോഗിച്ചിരുന്നത്. ഇനി ഇതിനൊക്കെ ചുട്ട മറുപടി രമേശ് ചെന്നിത്തല കൊടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അങ്ങനെ വടത്തിന് കേടുവരുത്തിയ വകയിൽ 10,000 രൂപയുടെ നഷ്ടമെന്നുമാണ് FIR. ബ്ലേഡ് കൊണ്ടുവന്ന SFIക്കാരനെ ദൃശ്യങ്ങൾ പരിശോധിച്ച് തിരിച്ചറിഞ്ഞെന്നും പോലീസ് അവകാശപ്പെട്ടു. ആഭ്യന്തരമന്ത്രിയും SFIയെ ട്രോളി തുടങ്ങി. ഇതൊരു പുതിയ രീതിയാണല്ലോ കാണുന്നത്. ബ്ലേഡും കൊണ്ട് വന്ന് സമരം ചെയ്യുക, എന്നിട്ട് പോലീസുകാരെ ബ്ലേഡ് കൊണ്ട് വരയ്ക്കുക. അവർ മനുഷ്യരല്ലേ? ആ പണി നടക്കില്ല കേട്ടോ. സംസ്ഥാന ഇനി ഞാനിവിടെ മുഖ്യമന്ത്രി VD സതീശൻ്റെ നിയമസഭയിൽ ഒരു തീപ്പൊരി പ്രസംഗം. അപ്പം പുള്ളി പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി പിണറായി വിജയൻ സംസാരിക്കാൻ വരുന്നുണ്ട്. പിണറായി വിജയനെ എടുത്തിട്ട് അലക്കുവാണ്. ഇപ്പോൾ പുള്ളിക്കാരെ ഞാനിത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിണറായി വിജയൻ ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും, എല്ലാ ദിവസവും വരുന്നു മേടിക്കുന്നു പോകുന്നു, എല്ലാ ദിവസവും വരുന്നു മേടിക്കുന്നു പോകുന്നു. എന്തൊരു ഗതികേടെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും 1 മണിക്കൂർ, ലാസ്റ്റത്തെ 1 മണിക്കൂർ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ആ 1 മണിക്കൂർ നിർത്തിപ്പൊരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കുറച്ച് ഭാഗമാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. അതിനിടയ്ക്ക് സ്പീക്കറുടെ കിടിലം അതിൻ്റെ ഇടയ്ക്ക് പെർഫോമൻസും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും അതിൽ പൊതുസേവനം നടത്താക്കുകയും ചെയ്തു. നിങ്ങൾ പിന്നെ സ്ഥിരം കുറെ വാക്കുകളുണ്ട്. നവ ലിബറൽ നയം സ്ഥിരമാണ്. എത്ര കൊല്ലമായി നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്. ആ മൻമോഹൻ സിംഗ് എക്കണോമിക് റീഫോംസ് അവതരിപ്പിച്ചു. എക്കണോമിക് റീഫോംസ് അവതരിപ്പിച്ചപ്പോൾ കംപ്ലീറ്റ് നവ ലിബറൽ നിയമം. സാർ എന്താ ചെയ്തത് അദ്ദേഹം? അന്ന് റിസർവ് ബാങ്കിലെ സ്വർണ്ണക്കട്ടി കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് ലണ്ടനിൽ കൊണ്ട് പണയപ്പെടുത്തി ഇപ്പൊ കേരള ഗവൺമെന്റ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥിതിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. അപ്പൊ എന്താ ചെയ്തത്? എക്കണോമിക് റീഫോംസ് കൊണ്ടുവന്നു. അതിൽ ആക്ടിവിറ്റി ഉണ്ടായി, ഖജനാവ് നിറഞ്ഞു, എക്സൈസ് ഡ്യൂട്ടി കൂടി, ടാക്സ് കൂടി, ഇൻകം ടാക്സ് കൂടി. കാരണം ആക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ ഖജനാവ് നിറയും. എന്നിട്ട് പറഞ്ഞു നെഹ്റുവിൽ നിന്ന് വ്യതിചലിച്ചില്ല സാർ. ഉണ്ടായ പണം എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. ഉണ്ടായ പണം
It was an equitable distribution of wealth. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട സ്ത്രീകൾക്കാണ് പണം പോയത്. നരേഗ ഉണ്ടാക്കി ഇല്ലേ പാവപ്പെട്ടവന്റെ വീട്ടിൽ. ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ ആശുപത്രികൾ ഉണ്ടാക്കാൻ NRHM കൊണ്ടുവന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ വില്ലേജുകളിൽ സ്കൂളുകൾ ഉണ്ടാക്കി. അധ്യാപകരെ നിയമിച്ചു. പണം let me complete. ഞാൻ തരാം. ഇതെല്ലാം അവതരിപ്പിച്ചു. ഇത് ശല്യപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് എന്നിട്ട്. അപ്പൊ അത് അവതരിപ്പിച്ചതിന് ശേഷം ആ പണം അതാണ് അതേ നയമാണ് ഈ ഗവൺമെന്റിന്. അങ്ങ് ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പോളിസി ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് അങ്ങെന്തിനാ അസ്വസ്ഥനാവുന്നത്? അങ്ങിരിക്കും. ഞാൻ അങ്ങക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങാതിരിക്കോ? ഞാൻ വഴങ്ങാം. അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No. To interrupt. No. ശാന്തായിട്ടിരിക്കുക. പറഞ്ഞല്ലോ ഒരു ഗവൺമെന്റ് നയം പറയല്ലേ, ആ നയം സഭയെ അറിയിക്കല്ലേ. അത് കേൾക്കൂ. വിയോജിപ്പുണ്ടാകാം, അത് വേറെ പ്രശ്നം. പക്ഷേ ഒരു ഗവൺമെന്റ് നയമല്ല പറയുന്നത്. ആ നയം മുഖ്യമന്ത്രിയല്ലേ വിശദീകരിക്കേണ്ടത്. ആ നയം വിശദീകരിക്കല്ലേ. ഒരു ശാന്തമായിരിക്കൂ. ഇവിടെ നടന്ന 3 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ നയത്തോട് വിയോജിപ്പ് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടല്ലേ. അതിന് നമ്മൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? ആ നയം എന്താണെന്ന് അറിയണ്ട എന്നുള്ള നിലയിലാണോ? അതുകൊണ്ട് മുഖ്യമന്ത്രി പറയട്ടെ, ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ശാന്തമായി കേൾക്കൂ. എന്താ പ്രതിപക്ഷ നേതാവ് എന്തോ പറയാൻ? ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. You have no right എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേക്കോ, അങ്ങ് ശാന്തമായി കേൾക്കൂ. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. വിയോജിപ്പുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിയോജിപ്പുണ്ടെങ്കിൽ അപ്പപ്പോ നമ്മളൊരു വാഗ്വാദം നടത്തി അതിന്റെ പേരിൽ ഒരു ഡിബേറ്റ് നടത്തി പോകില്ല. അദ്ദേഹം ആ നയം വിശദീകരിക്കട്ടെ. ആ നയത്തോട് എന്ത് കാരണത്താൽ വിയോജിപ്പുണ്ട് എന്ന് പറയാൻ പിന്നീട് സമയമുണ്ടല്ലോ. അതുകൊണ്ട് ദയവായിട്ട് മുഖ്യമന്ത്രി ആ നയം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അവകാശം നമ്മൾ വിശദീകരിക്കട്ടെ. സർ, നയം വിശദമാക്കുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെയൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതിവിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കുകയാണ്. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ദയവായിട്ട് അത് കേൾക്കൂ. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടരും. സർ, ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഴങ്ങാം. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു.
ഞാൻ മുഖ്യമന്ത്രി ആയി അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് വഴങ്ങാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അങ്ങയുടെ അടുത്തിരിക്കുന്ന ഈ അംഗം ബഹളമുണ്ടാക്കിയതുപോലെ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാനിരിക്കും. അപ്പൊ അങ്ങ് ഇരുന്ന് തരും, അങ്ങ് എനിക്ക് വഴങ്ങി ഞാൻ എപ്പോഴെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി, അന്നെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു അങ്ങ് വഴങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. അങ്ങേ പോലെ ഒരാൾക്ക് യോജിച്ചല്ല. മൈ ലെഗ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. ആ പാർലമെന്ററി വേർഡ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ പ്രസംഗിച്ചത് എനിക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. സാർ ഇതിന്റെ അകത്തെ പോയിന്റ്, ഞങ്ങളൊരു പുതിയ ഇക്കണോമിക് മോഡൽ ഉണ്ടാക്കിയ അത് സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണം. പറ്റാവുന്ന എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം. പറ്റാത്തടുത്ത് ഉണ്ടാവില്ല, പറ്റാവുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടാവണം. ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവ് നടത്തിയത്? 500 കോടി രൂപയിൽ കൂടുതൽ കൊണ്ടുവരുന്ന ആളുകളെ പൊന്നാട അണിയിച്ചത് എറണാകുളത്ത് വെച്ചിട്ട് ഞാനുണ്ടായിരുന്നല്ലോ. ഞാൻ ആ വേദിയിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ ആകർഷിക്കാനുള്ള ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ മുഴുവൻ നടപടികളെയും പൂർണ്ണമായ പിന്തുണ കൊടുത്ത ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ പൂർണ്ണമായ പിന്തുണ മുഴുവൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പഴയ